ഇത് യെല്ലോ റൈസ്. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ റൈസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിലും രുചിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കൂത്ത് സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ റൈസ് ബീഫിൻ്റെയോ ചിക്കൻ്റെയോ എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇത് 1.5 കപ്പ് കൈമേരി, 250 ml കപ്പിനാണ് 1.5 കപ്പ് കൈമേരി എടുത്തിരിക്കുന്നത്. ബസുമതി അരിയിലോ എന്തൊരു വേണമെങ്കിലും ഈ റൈസ് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം കൈമേരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി 20 മിനിറ്റ് കുതിർക്കണം. 1.5 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ. ഇത് 1-ാം പാലിൻ്റെ ബന്ധമല്ല, 2-ാം പാലിൻ്റെ കൂടെ ഇടയ്ക്കുള്ള, അതായത് 2 കപ്പ് തേങ്ങയിൽ നിന്ന് എടുത്ത 3 കപ്പ് തേങ്ങാപ്പാൽ. 1 പിടി നട്ട്സ്, 1 പിടി കിസ്മിസ്, 1 ബേ ലീഫ്, 1 തക്കോലം, 1 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 5 ഏലക്ക. ഇത് ചെറുതായത് കൊണ്ടാണ് 5 എണ്ണം എടുത്തത് കേട്ടോ. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പുതിനയില, മല്ലിയില, ആവശ്യത്തിന് നെയ്യ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് തക്കോലം, ഗ്രാമ്പു, പട്ട, ബേ ലീഫ്, ഏലക്ക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒന്നിച്ച് തന്നെ ചേർക്കാം. ഇത് നെയ്ക്ക് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. നട്ട്സും കിസ്മിസും ഒക്കെ ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി തീ കുറച്ച് വെച്ചൊന്ന് മൂത്ത് വരണം. മഞ്ഞൾപ്പൊടി മൂത്ത മണം വന്നിട്ടുണ്ട്. അതിലേക്ക് 20 മിനിറ്റ് കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറിക്കിട്ടണം. അരിയിലെ വെള്ളമയമെല്ലാം വറ്റി അരി ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി പൊട്ടി അങ്ങോട്ട് വരണ്ട. വെള്ളമയം മാറി ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർക്കാം. ഇത് വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടുള്ള ഉപ്പ് മതി, കൂടുതൽ ഉപ്പ് വേണ്ട. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കുക. ഇല്ലെങ്കിൽ അല്പം കൂടി ഇട്ട് കൊടുക്കുക. ഇനി തീ കൂട്ടി വെക്കണം. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർക്കാം. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിം, അതായത് ഏറ്റവും കുറച്ചും വെക്കണ്ട, അതും അല്ലാത്ത രീതിയിൽ തീ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റോളായി. നമുക്കിതൊന്ന് നോക്കാം. ഞാനൊരു 3-4 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. ഉണ്ടോ, ഉള്ളരിയൊക്കെ ഉടഞ്ഞ് വരുന്ന ഇത്രയും വെന്താൽ മതി. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കുഴഞ്ഞതുപോലെ തോന്നുന്നത് തേങ്ങാപ്പാലിൽ വെച്ചത് കൊണ്ടാണ്, പക്ഷേ അരി വെന്ത് പോയിട്ടില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി ഒന്ന് നോക്കാം. നെയ്യൊക്കെ ചേർത്ത് വെച്ചതല്ലേ, കണ്ടോ, ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നെയ്യ് ചേർത്തതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാലിൽ വേവിച്ച ഹെൽത്തിയായ യെല്ലോ റൈസ് റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം.
ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത്. ചിക്കനോ ബീഫോ മട്ടണോ നിങ്ങൾക്ക് എന്ത് വേണേലും ഇതിൻ്റെ കൂടെ കഴിക്കാം. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.